നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണക്കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് പ്രത്യേക കമ്മിറ്റിയെ ചുമതല ഏൽപ്പിച്ചത്. പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത കേസിൽ ചാലിശ്ശേരി സ്വദേശി പിടിയിൽ. അറസ്റ്റിലായത് ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഒരുവിൻപുറത്ത് നൌഫൽ. പ്രതിയുമായി പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകിട്ടുമാണ് പ്രവർത്തിക്കുക. സമയക്രമീകരണം നാളെ മുതൽ ശനിയാഴ്ച വരെ. അംഗനവാടി നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ലെന്ന് ആരോപണം. ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്നും UDF കൌൺസിലർമാർ ഇറങ്ങിപ്പോയി. ഇന്റർവ്യൂ ബോർഡിൽ ഉള്ളവരുടെ മക്കൾക്ക് അനധികൃത നിയമനം നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ. ആരോപണങ്ങൾ അവാസ്തവമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ്. വിശദമായ വാർത്തയിലേക്ക്. സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണക്കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് പ്രത്യേക കമ്മിറ്റിയെ ചുമതല ഏൽപ്പിച്ചത്. കഴിഞ്ഞ ജനുവരി 15-നാണ് മകളുടെ വിവാഹത്തിന് മുന്നോടിയായി സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത്. എന്നാൽ 500 ഗ്രാമിലധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രചരിച്ചു. ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് പള്ളി വികാരിയെയും കൈക്കാരന്മാരെയും ചേർത്ത് കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും. ശേഷം വിഷയത്തിൽ മറുപടി നൽകാമെന്ന് പള്ളി വികാരി യോഗത്തെ അറിയിക്കുകയും ചെയ്തതായി സ്ഥലം കൗൺസിലറും ഇടവക പ്രതിനിധിയുമായ ലീല വർഗീസ് വ്യക്തമാക്കി. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. നല്ലൊരു ഗിഫ്റ്റാണെങ്കിൽ അച്ഛൻ അത് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണേ എന്നുള്ളത് വീണ്ടും പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എല്ലാം കൂടി അവസാനം നമുക്ക് വന്നതും കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൂടി കണക്കാക്കി, അതായത് കൈക്കാരന്മാരും അച്ഛനും അടങ്ങുന്നൊരു കമ്മിറ്റി അതിൻ്റെ കണക്കുകൾ നോക്കി പിന്നീട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് ചെമ്പുമ്മേ സ്വർണം പൂശിയതാണ് എന്നാണ്. പക്ഷെ അച്ഛൻ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ വരും കാല ഇടവക പ്രതിനിധികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്നും ഒരു വിഭാഗം യോഗത്തിൽ വ്യക്തമാക്കി. അതായത് കൈക്കാരന്മാരും അച്ഛനും കൂടി അടങ്ങുന്ന ഒരു കമ്മിറ്റി അതുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുത്ത ശേഷം നമ്മളെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. പരിശോധിക്കും, അത് പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ജനങ്ങൾ തൃപ്തരല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത് മുഴുവൻ ചെമ്പാണ്, അതാണ് ജനങ്ങളുടെ ആകാംക്ഷ. നല്ലൊരു ഗിഫ്റ്റാണെങ്കിൽ അച്ഛനത് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഇത്രയും ഉത്തരമാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛനല്ലാണ്ട് അത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞിട്ടില്ല, ചെമ്പാണെന്നും പറഞ്ഞിട്ടില്ല. ഇതുകൂടി കണക്കിലെടുത്താണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ധാരണയായത്. CCTV ന്യൂസ്, കേച്ചേരി. വടക്കേക്കാട് കല്ലൂരിലെ സ്വകാര്യ ടർഫ് കോർട്ടിൽ നിന്ന് ജനറേറ്റർ മോഷ്ടിച്ച കേസിൽ ചാവക്കാട് ബ്ലാങ്ങാട് ആക്രി കച്ചവടം നടത്തുന്നയാൾ പിടിയിൽ. ബംഗാൾ സ്വദേശിയും ഏറെക്കാലമായി എറണാകുളം പറവൂർ താന്നിപ്പാടത്ത് താമസക്കാരനുമായ 46 വയസ്സുള്ള സലീം ഖാനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് ബ്ലാങ്ങാട് ആക്രി കച്ചവടം നടത്തുകയാണ് ഇയാൾ. സലീം ഖാന്റെ കൂട്ടാളികളാണ് രാത്രി മോഷണത്തിനിറങ്ങുന്നത്. മോഷണം മുതൽ വാങ്ങുന്നതും സലീമാണ്. കല്ലൂരിൽ നിന്നും മോഷണം പോയ ജനറേറ്റർ സലീമിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. കേസിൽ ബംഗാൾ സ്വദേശികളായ മുഹമ്മദ് ഷുക്കൂർ അലി, മഹിദുൽ, ഉത്തർപ്രദേശ് സ്വദേശി സൂരജ്, ഡൽഹി സ്വദേശി ഫാറൂഖ് എന്നിവരെ ഫെബ്രുവരി 15-ന് അറസ്റ്റ് ചെയ്തിരുന്നു. പട്ടാമ്പി, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഒരാഴ്ചയായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാനായത്. SI KA യൂസഫ്, ഷാജികുമാർ, നിബു, ദീപക് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. പോലീസ് ചമഞ്ഞ വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഒരുവിൻപുറത്ത് നൌഫലാണ് അറസ്റ്റിലായത്. 2023 ഡിസംബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്.
നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന ചാലിശ്ശേരി മൂക്കിലപ്പീടിക സ്വദേശി ഖാദർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ നൌഫൽ പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും ഖാദർ കേസിൽ പ്രതിയാണെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ പാസ്പോർട്ടും ടിക്കറ്റും കൈവശപ്പെടുത്തി കടന്നുകളയുകയുമായിരുന്നു. ഖാദർ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പാസ്പോർട്ടും വിസയും കൈക്കലാക്കി പണം തട്ടിയെടുക്കുന്നതിനായിരുന്നു പ്രതിയുടെ ഉദ്ദേശമെന്നാണ് കരുതുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും ഇയാൾ ഒളിവിൽ കഴിഞ്ഞ് സെഷൻസ് ഹൈക്കോടതികളിൽ മുൻകൂർ ജാമ്യത്തിനു വേണ്ടി ശ്രമിച്ചു. കോടതി ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് എരുമപ്പെട്ടി SI C ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു. SI C ശ്രീകുമാർ, ASI AV സജീവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ PH നൌഷാദ്, രാഹുൽദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകിട്ടുമാണ് പ്രവർത്തിക്കുക. നാളെ മുതൽ ശനിയാഴ്ച വരെയാണ് ക്രമീകരണം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ, ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് തുറന്ന് പ്രവർത്തിക്കുക. മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സെർവറിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് ക്രമീകരണം. മസ്റ്ററിംഗും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നത് സാങ്കേതിക പ്രശ്നമുണ്ടാക്കുമെന്ന് വിലയിരുത്തിയിരുന്നു. മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സെർവർ ഓവർലോഡ് ഒഴിവാക്കുന്നതിനും റേഷൻ വിതരണം ത്വരിതപ്പെടുത്തുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് അധികൃതർ അറിയിച്ചു. ശിവരാത്രി ദിനമായ മാർച്ച് 8-ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് UDF കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. അംഗനവാടി നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് UDF കൗൺസിലർമാർ ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചത്. കൗൺസിലർ രേണുക ശങ്കറാണ് യോഗത്തിന്റെ തുടക്കത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അജണ്ട കഴിഞ്ഞതിനു ശേഷം ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചതോടെ ബഹളമായി. 3 വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര കൌൺസിലാണിതെന്നും അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയം അവസാനം ചർച്ച ചെയ്യാമെന്നും ചെയർമാൻ അറിയിച്ചു. ഇതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കമായി. നഗരസഭാ പ്രദേശത്തെ 1000-ലധികം യുവതികൾ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകാതെ CPM പ്രവർത്തകരെ തിരികെ കയറ്റി പട്ടിക പ്രസിദ്ധീകരിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇന്റർവ്യൂ ബോർഡിൽ ഉള്ളവരുടെ മക്കൾക്ക് അനധികൃത നിയമനം നൽകിയെന്നും പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ചൂണ്ടിക്കാട്ടി. ബഹളം രൂക്ഷമായതോടെ ചെയർമാൻ പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തു. ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി. ബഹളത്തിനിടയിലും അജണ്ട വായിച്ച് പാസാക്കാൻ ചെയർമാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അജണ്ടകൾ ചർച്ച ചെയ്യാതെ പാസാക്കാനാവില്ലെന്ന് പ്രൊഫസർ PK ശാന്തകുമാരി ആവശ്യപ്പെട്ടു. അജണ്ടകൾ ചർച്ച ചെയ്യാൻ ആരംഭിച്ചതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. BJP അംഗങ്ങൾ ഇറങ്ങിപ്പോക്കിൽ പങ്കെടുത്തില്ല. ഹരിതസേനാംഗങ്ങൾ യൂസർ ഫീ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപക ആരോപണങ്ങൾ ഉയർന്നു. കൌൺസിലർമാരുടെ വീടുകളിൽ നിന്നും നഗരസഭയുടെ ഘടക സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ ലഭിക്കുന്നില്ലെന്ന് ഭരണപക്ഷ കൌൺസിലർമാർ പരാതിപ്പെട്ടു. യൂസർ ഫീ നൽകാത്തവരെ ഹരിതസേനാംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതായും കൌൺസിലർമാർ പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാത്ത വീടുകളെയും സ്ഥാപനങ്ങളെയും യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യമുയർന്നു. യൂസർ ഫീ സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ നഗരസഭ ബാധ്യസ്ഥരാണെന്ന് ചെയർമാൻ അറിയിച്ചു. ഇളവുകൾ നൽകാൻ നഗരസഭാ കൌൺസിലിന് അധികാരമില്ല. ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്താൽ മറ്റുള്ളവരും ഇതിനായി രംഗത്ത് വരും. ആയതിനാൽ യൂസർ ഫീ കർശനമാക്കാനും കൌൺസിൽ തീരുമാനിച്ചു. അതിദാരിദ്ര്യ കുടുംബങ്ങളെ യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കും. ഈ പണം നഗരസഭ നൽകും. യൂസർ ഫീ ശേഖരണത്തിൽ നഗരസഭ 74% എത്തിയെന്നും മാർച്ച് അവസാനത്തോടെ ഇത് 100% തികയ്ക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അറിയിച്ചു. ടെൻഡർ നടപടികളുടെ വിശദാംശങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ കൌൺസിലർമാരായ പ്രൊഫസർ PK ശാന്തകുമാരിയും ശോഭ ഹരിനാരായണനും പ്രതിഷേധിച്ചു. അജണ്ട തയ്യാറാക്കുന്നതിൽ വ്യാപകമായ തെറ്റുകൾ കടന്നുകൂടുന്നതായും ശാന്തകുമാരി ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഹരിതചട്ടം പാലിക്കുന്നതിന് ഏർപ്പെടുത്തിയ ഗ്രീൻ വളണ്ടിയർമാരുടെ സേവനം മികച്ചതായിരുന്നു എന്ന് കൌൺസിൽ അഭിപ്രായപ്പെട്ടു. ഗ്രീൻ വളണ്ടിയർമാരെയും ഇവരുടെ സ്കൂളുകളെയും കോളേജുകളെയും ആദരിക്കാനും കൌൺസിൽ തീരുമാനിച്ചു. ഗ്രീൻ വളണ്ടിയർമാർക്കും ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അടുത്ത ദിവസം മന്ത്രി സർട്ടിഫിക്കറ്റുകളും മെമന്റോയും നൽകും. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭയിൽ അംഗൻവാടികളിൽ അനധികൃത നിയമനം നടത്തിയെന്നാരോപിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭാ ഓഫീസിൽ കൌൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കെയാണ്
പ്രവർത്തകർ പുറത്ത് പ്രതിഷേധിച്ചത്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് UDF കൗൺസിലർമാരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധർണയിൽ പങ്കെടുത്തു. ധർണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുവത്ത് ഉദ്ഘാടനം ചെയ്തു. CPM നേതാക്കളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമാണ് ലിസ്റ്റിൽ അംഗീകാരം നൽകിയതെന്ന് അവർ ആരോപിച്ചു. അർഹതപ്പെട്ടവരെ ഒഴിവാക്കി പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റിയ നടപടിക്കെതിരെ സമരം ശക്തമാക്കുമെന്നും അവർ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് റാബിയ ജലീൽ, വടക്കേക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് നബീസക്കുട്ടി വലിയകത്ത്, ജില്ലാ സെക്രട്ടറി സുബൈദ പാലക്കൽ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ രേണുക ശങ്കർ, KPA റഷീദ്, കോൺഗ്രസ് പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തോമസ്, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് BV ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത അവകാശ ചങ്ങലയോടൊപ്പം മെഡിക്കൽ കോളേജ് സബ് ട്രഷറിക്ക് മുന്നിൽ പട്ടിണി കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. 5-ാം തീയതിയായിട്ടും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് സമരം ചെയ്തത്. പ്രതിഷേധ സമരം NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് രാജു PF അധ്യക്ഷത വഹിച്ചു. KGOU അംഗം ഗിരീശൻ KP, NGOA ജില്ലാ കമ്മിറ്റി അംഗം ഷിബു PM, TA അൻസാർ, രാജേഷ്, AS നദീറ, KP ഗിരീഷ്, MG രഘുനാഥ്, മുഹമ്മദ് നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. രഘുനാഥ് TC, ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്രാഞ്ച് സെക്രട്ടറി ഷാജു VA സ്വാഗതവും MG അസോസിയേഷൻ ജില്ലാ വനിതാ ഫോറം കൺവീനർ മീര P നന്ദിയും പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മാണ ഉദ്ഘാടനം മാർച്ച് 12-ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാത്തതാണ്. ഇവിടെ തന്നെ 2 പേർക്ക് ഇപ്പോൾ അവരുടെ കഴിഞ്ഞത് പോലീസ് സ്റ്റേഷനും ഈ ബസ് സ്റ്റാൻഡും. അപ്പോൾ ഈ വർക്കും അവരാണ് എടുത്തിട്ടുള്ളത്. നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മളിങ്ങനെ ചേരുന്നത്. കുന്നംകുളം താലൂക്ക് രൂപീകരിച്ചതിന് ശേഷം താലൂക്ക് ആസ്ഥാനത്ത് മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു ആതുര ശുശ്രൂഷാ കേന്ദ്രം എന്നാണ് സർക്കാർ വിഭാവനം ചെയ്തത്. 1 നൂറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള കുന്നംകുളം താലൂക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ വിജയത്തിനായി AC മൊയ്തീൻ MLA അധ്യക്ഷതയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. MLAമാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി എന്നിവർ രക്ഷാധികാരികളും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചെയർപേഴ്സണായും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മണികണ്ഠൻ കൺവീനറുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. 5 സബ് കമ്മിറ്റികൾക്കും യോഗം രൂപം നൽകി. മാർച്ച് 12-ന് രാവിലെ 10 മണിക്ക് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ MLAമാരായ AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S വസന്തലാൽ, PI രാജേന്ദ്രൻ, മീന സാജൻ, അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, ES രേഷ്മ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മണികണ്ഠൻ, കുന്നംകുളം തഹസിൽദാർ OB ഹേമ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് സെക്രട്ടറി KM വിനീത, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും 64.5 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. 1888-ലാണ് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. AC മൊയ്തീൻ MLA മന്ത്രിയായിരിക്കെ പ്രത്യേക താൽപര്യമെടുത്താണ് കാലപ്പഴക്കം ചെന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും പുതിയ കെട്ടിടം നിർമ്മിക്കാനും തുക ലഭ്യമായത്. കുന്നംകുളം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന ആധുനിക ആശുപത്രി കെട്ടിടം നഗരവികസനത്തിന്റെ നാഴികക്കല്ലാകും. ആരോഗ്യരംഗത്ത് മികച്ച സേവനം ലഭ്യമാക്കാനും കുന്നംകുളത്തിനാകും. 7 നിലകളിലായി 1.55 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ പെരുമ്പിലാവ് മണ്ടകത്തിങ്കൽ വീട്ടിൽ പ്രിയനാണ് പരിക്കേറ്റത്. പെട്രോൾ പമ്പിന് സമീപം ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ പ്രിയനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് തിരുവത്ര പുതിയറയിൽ ഭണ്ഡാരം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പുന്ന പുതിയറ റോഡിൽ തോട്ടിൽ പൊളിഞ്ഞുകിടക്കുന്ന നിലയിലാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി ഭണ്ഡാരം കൊണ്ടുപോയി. പ്രദേശത്തെ ആരാധനാലയങ്ങളിൽ നിന്നും മോഷണം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. CCTV അറിയിപ്പ്. കൺട്രോൾ റൂമിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എരുമപ്പെട്ടി ന്യൂ വിഷൻ കേബിൾ നെറ്റ്വർക്ക് പരിധിയിലുള്ള പ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 10:30 മുതൽ പുലർച്ചെ 4 മണിവരെ കേബിൾ TV, ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടും. മാന്യ പ്രേക്ഷകർ ദയവായി സഹകരിക്കുക.
കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് വയോജന സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സംഗമം പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ.എം. ഷഫീർ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ.കെ. പ്രസാദ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ യു. മോനിഷ, വയോജനങ്ങളുടെ പ്രതിനിധി തങ്ക മുല്ലശ്ശേരി, CDS ചെയർപേഴ്സൺമാരായ അമ്പിളി ഉണ്ണികൃഷ്ണൻ, മോളി ജോയ്, സുനിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട്, തളിക്കുളം, മുല്ലശ്ശേരി ബ്ലോക്കുകളിലെ CDSകളിൽ നിന്നുള്ള വയോജനങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്നയാൾക്ക് പാമ്പുകടിയേറ്റു. കൊല്ലം പാരിപ്പിള്ളി അനിൽ ഭവനിൽ സുനിൽകുമാറിനാണ് പാമ്പുകടിയേറ്റത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. വടക്കേനടയിലെ ഗേറ്റിന് സമീപത്തെ സെക്യൂരിറ്റി ക്യാബിന് സമീപം തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് പാമ്പിനെ കണ്ടെത്തിയത്. സെക്യൂരിറ്റി ജീവനക്കാരും പോലീസും ചേർന്ന് പാമ്പിനെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഓടിപ്പിച്ചുവിട്ടു. ഇന്നർ റിംഗ് റോഡിൽ നിന്ന് നാരായണാലയം ഭാഗത്തേക്ക് പോയ പാമ്പിനെ അനിൽകുമാർ പിടികൂടി സെക്യൂരിറ്റി ജീവനക്കാരുടെ സമീപത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പോലീസും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് പാമ്പിനെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തയ്യാറായില്ല. അരമണിക്കൂറോളം പാമ്പുമായി സാഹസം കാണിക്കുന്നതിനിടെ കടിയേൽക്കുകയായിരുന്നു. കടിയേറ്റ ഉടനെ പാമ്പിനെ സെക്യൂരിറ്റി ക്യാബിന് നേരെ വലിച്ചെറിഞ്ഞു. ഉടനെ തളർന്നു വീണ അനിൽകുമാറിനെ ദേവസ്വം ജീവനക്കാരും ഭക്തരും ചേർന്ന് ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാവിലെ 6 മണിയോടെ പാമ്പുപിടുത്തക്കാരെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി. 6 അടിയോളം നീളമുള്ള മൂർഖനെയാണ് പിടികൂടിയത്. പാമ്പിനെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. CCTV ന്യൂസ്, ഗുരുവായൂർ. കാർ വിറ്റ് പണം നൽകാതെ കബളിപ്പിച്ചെന്ന മരത്തംകുട് സ്വദേശിയുടെ പരാതിയിൽ കണ്ടാണശ്ശേരി സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കണ്ടാണശ്ശേരി സ്വദേശി 33 വയസ്സുള്ള അജിക്കെതിരെയാണ് മരത്തംകുട് സ്വദേശി സുധീഷിന്റെ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2023 നവംബർ മാസത്തിലാണ് അജി സുധീഷിന്റെ ഉടമസ്ഥതയിലുള്ള എർട്ടിഗ കാർ വിൽപ്പന നടത്തിത്തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും കൊണ്ടുപോയത്. പിന്നീട് ഈ കാർ ഇയാൾ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുകയും ഉടമയായ സുധീഷിന് പണം നൽകാതെ കബളിപ്പിക്കുകയുമായിരുന്നു. നിരവധി തവണ പണം ആവശ്യപ്പെടുകയും പണം നൽകാത്തതോടെ തിരികെ വാഹനം നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇത് നൽകാൻ അജി തയ്യാറായില്ലെന്ന് സുധീഷ് പറയുന്നു. തുടർന്നാണ് കാർ ഉടമ സുധീഷ് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസിന് കഴിയണമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെട്ടു പോയ കുന്നംകുളം നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാനും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് സജീവമായി രംഗത്തിറങ്ങണമെന്നും UDF ജില്ലാ ചെയർമാൻ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറിൻ പി രാജു അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി, DCC ജനറൽ സെക്രട്ടറിമാരായ രഘുസ്വാമി, ബിജോയ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് CB രാജീവ്, സുരേഷ് മമ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ അഭിലാഷ് പ്രഭാകർ, സോയ ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. NK അലി, KV ഗീവർ, PC ഗോപാലകൃഷ്ണൻ, വാസു കോട്ടോൽ, നെൽസൺ ഐപ്പ്, അശോകൻ CK, സ്മിത മുരളി, വർഗീസ് ചൊവ്വന്നൂർ, ഷാജി ആലിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കുന്നംകുളം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ SFI നേതാക്കൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PS സുനീഷ്, MA ഉസ്മാൻ, TN നമ്പീശൻ, ചന്ദ്രപ്രകാശ് ഇടമന, സഫീന അസീസ്, കക്കാട്ട് ഗോവിന്ദൻകുട്ടി, MC ഐജു, ഫ്രിജോ വടുക്കൂട്ട്, നജീബ് കൊമ്പത്തയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ചിറളയം HCCG UP സ്കൂളിൽ പറവകൾക്ക് തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചു. സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സെന്റോ HCC എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 100 പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് സ്കൂളിൽ പറവകൾക്ക് തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചത്. അതികഠിനമായ വേനൽ ചൂടിനെ അതിജീവിക്കുവാൻ പറവകൾക്ക് സ്കൂളിന്റെ പരിസരങ്ങളിലാണ് തണ്ണീർക്കുടങ്ങൾ ഒരുക്കിയത്. സെന്റിനറി ആഘോഷ കമ്മിറ്റി ചെയർമാൻ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 100 പ്രവർത്തന പരിപാടികളുമായാണ് HCC മുന്നോട്ട് പോകുന്നത്. ഈ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു പ്രവർത്തനമാണ് ഈ വിദ്യാലയത്തിലെ കുട്ടികൾ ചെയ്യുന്നത്. ജലത്തിന്റെ അമിതമായ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം.
ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യോഗത്തിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ അൻസ ജോസ് അധ്യക്ഷത വഹിച്ചു. സെന്റിനറി ആഘോഷ പബ്ലിസിറ്റി കൺവീനർ CO ബിജു, പ്രോഗ്രാം കൺവീനർ MB വിനീഷ് എന്നിവർ സംസാരിച്ചു. വേനൽക്കാലത്ത് കുടിക്കാവുന്ന പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്ത വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന 100 തരത്തിലുള്ള ശീതളപാനീയങ്ങളുടെ പ്രദർശനവും ഉണ്ടായി. യോഗത്തിൽ ശീതളപാനീയങ്ങൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു. വിദ്യാർത്ഥികൾ വേനൽക്കാല ബോധവൽക്കരണ നൃത്തശില്പവും അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ജാസിൻ P. ജോബ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ ജസ്റ്റീന നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലപ്പിള്ളി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ സഹകരണത്തോടെ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, മെമ്പർമാരായ KR സിമി, ഗഫൂർ കടങ്ങോട്, MV ധനീഷ്, മുഹമ്മദ് കുട്ടി ആദൂർ, മൈമൂന ഷെബീർ, അഭിലാഷ് കടങ്ങോട്, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് PS ഹരിത, ചൊവ്വന്നൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ J. ദീപു തുടങ്ങിയവർ പങ്കെടുത്തു. സ്വയം തൊഴിൽ വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. പക്ഷികൾക്ക് കുടിനീർ ഒരുക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ കുരുന്നുകൾ. വിദ്യാലയമുറ്റത്തെ വൃക്ഷത്തൈകളിൽ സജ്ജമാക്കിയ പാനപാത്രങ്ങളിൽ വെള്ളം നിറച്ചാണ് പക്ഷികൾക്ക് കുടിനീർ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനാധ്യാപിക PA ജാൻസി ടീച്ചർ പാനപാത്രത്തിൽ വെള്ളമൊഴിച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ PJ സ്റ്റൈജു മാസ്റ്റർ വേനൽക്കാലത്ത് ജലം സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും വീടുകളിൽ പറവകൾക്കുള്ള പാനപാത്രങ്ങൾ സജ്ജീകരിക്കുന്നതിനെക്കുറിച്ചും ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾ വീടുകളിൽ തയ്യാറാക്കുന്ന പറവകൾക്കായുള്ള പാനപാത്രത്തിന്റെ ചിത്രം വരും ദിവസങ്ങളിൽ ക്ലാസ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യണമെന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകുമെന്നും കോർഡിനേറ്റർ മോണിക്ക തോമസ് അറിയിച്ചു. പക്ഷികൾക്ക് ദാഹമകറ്റാനുള്ള പാനപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായി വിദ്യാർത്ഥികളിൽ നിന്ന് ഡിയോൺ ആദവ്, ശ്രീഹരി, നോബിൻ, ആരുഷ്, യാദവ്, അനയ് എന്നിവരെ തെരഞ്ഞെടുത്തു. അധ്യാപകരായ CT കൊച്ചുത്രേസ്യ, ഷിബി ആന്റണി, K. മുഹമ്മദ് റഫീഖ്, ജാസ്മി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ റിജോ ജോൺ ശങ്കരത്തിൽ ക്ലാസ് നയിച്ചു. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം, ലക്ഷ്യബോധം, കഠിനാധ്വാനം, അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് എന്നിവ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, സ്കൂൾ പ്രിൻസിപ്പാൾ C. ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C. രാധാമണി എന്നിവർ പങ്കെടുത്തു. കാതറിൻ ജസ്റ്റിൻ സ്വാഗതവും അഞ്ജലി മേനോൻ നന്ദിയും പറഞ്ഞു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ 2ാം സ്ഥാനക്കാരായി തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ്. 3 ദിവസം നീണ്ടുനിന്ന 6ാമത് അന്തർ കലാലയ അത്ലറ്റിക് മീറ്റിൽ 5 പുതിയ മീറ്റ് റെക്കോർഡോടെയാണ് കോളേജ് മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. വിദ്യാ അക്കാദമിയിലെ അബിൻ ബാബു പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ 4.33.25 സെക്കൻഡ്, 800 മീറ്റർ ഓട്ടത്തിൽ 2.06.43 സെക്കൻഡ്, കാവ്യ PD 100 മീറ്റർ 400 മീറ്റർ ഹഡിലുകളിൽ 20.13, 1.22.39 സെക്കൻഡ്, 4x400 മീറ്റർ മിക്സ്ഡ് റിലേയിൽ അബിൻ ബാബു, നിഷാൽ മുഹമ്മദ്, കാവ്യ PD, കൃഷ്ണശ്രീ എന്നിവർ 4.18.07 സെക്കൻഡ് എന്നിങ്ങനെ റെക്കോർഡിട്ടു. ഉദ്ഘാടന ദിനത്തിൽ നടന്ന മാർച്ച് പാസ്റ്റിൽ 1ാം സ്ഥാനവും വിദ്യാ അക്കാദമി നേടിയിരുന്നു. സാങ്കേതിക സർവകലാശാലയിലെ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വാശ്രയ കോളേജുകളിൽ നിന്നുള്ള 1270 കായിക താരങ്ങൾ പങ്കെടുത്ത മേളയിൽ പുരുഷന്മാരുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനവും വനിതകളുടെ വിഭാഗത്തിൽ 3ാം സ്ഥാനവും നേടിയാണ് വിദ്യാ അക്കാദമി ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. മീറ്റിൽ ആകെ പിറന്ന 8 റെക്കോർഡിൽ 5 എണ്ണം വിദ്യയിലെ കായിക താരങ്ങളുടെ പേരിലാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് അധ്യാപകരായ രമേശ് KV, അരുന്ധതി ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കായികക്ഷമതയുടെയും ടീം വർക്കിൻ്റെയും അച്ചടക്കത്തിൻ്റെയും നിരന്തരമായ പരിശ്രമഫലമായാണ് വിദ്യക്ക് ഈ അപൂർവ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥികളുടെയും കായിക അധ്യാപകരുടെയും അശ്രാന്ത പരിശ്രമമാണ് മീറ്റിൽ ആകെ പിറന്ന 8 റെക്കോർഡിൽ 5 എണ്ണവും നേടിയതിന് പിന്നിലെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജി CB പറഞ്ഞു. CCTV ന്യൂസ് വേലൂർ.
സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ടും SFI നരനായാട്ടിനെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് പുന്നൂർ പഞ്ചായത്ത് മന്ദലാംകുന്ന് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അകരാട് ബദർപള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മന്ദലാംകുന്ന് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് മന്ദലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പുന്നൂർ പഞ്ചായത്ത് ട്രഷറർ ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പുന്നൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി TK ഉസ്മാൻ, വാർഡ് ജനറൽ സെക്രട്ടറി ജിൻഷാദ് തെച്ചൻ, യൂത്ത് ലീഗ് വാർഡ് വൈസ് പ്രസിഡന്റ് അക്ബർ പൂവാങ്കര, സെക്രട്ടറി നിയാസ് കുളിയാട്ട്, MT റിയാദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് വാർഡ് ജനറൽ സെക്രട്ടറി അർഷക് പൂവത്തിങ്കൽ സ്വാഗതവും MSF വാർഡ് പ്രസിഡന്റ് KH റിഷാദ് നന്ദിയും പറഞ്ഞു. MSF വാർഡ് ജനറൽ സെക്രട്ടറി MA ഷഹസാദ്, ആദിൽ, ഹാഷിം, ഷഹീം, റസൽ, മുജു, സുഫൈൽ, റിസു, സുഹാസ്, ഷാനിഫ്, റിനു എന്നിവർ നേതൃത്വം നൽകി. വടക്കുംചേരി കാവിശ്ശേരി സ്വദേശി സുധാകരന്റെ ചായക്കടയിലെ രുചി കലവറയ്ക്ക് അരനൂറ്റാണ്ടിന്റെ പെരുമ. വടക്കുംചേരി പഴയന്നൂർ പാതയിൽ തെക്ക് മണ്ണ് തോണിക്കടവ് സ്വദേശി കുന്നത്ത് വീട്ടിൽ സുധാകരനും ഭാര്യ രുക്മിണിയും ചേർന്ന് നടത്തുന്ന നാട്ടിൻപുറത്തെ സുരേഷ് ഹോട്ടലാണ് വിശക്കുന്നവർക്ക് പോഷക സമൃദ്ധമായ രുചിയൂറുന്ന ഭക്ഷണം നൽകി 50 വർഷം പിന്നിടുന്നത്. ഹരി ഇല്ലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാവിലെ 4 മണിക്ക് വീട്ടിലെ പാചക കലവറയിൽ ഇഡ്ലി, വെള്ളേപ്പം, ദോശ, പൂരി, കൂടെ കഴിക്കാനുള്ള സ്വാദിഷ്ടമായ ചട്നി, സാമ്പാർ, മസാലക്കറി എന്നിവ തയ്യാറാക്കും. പുലർച്ചെ 5 മുതൽ പ്രഭാത ഭക്ഷണം കഴിക്കാനായി നിരവധി വാഹനയാത്രക്കാരും സമീപവാസികളും സുധാകരന്റെ ഹോട്ടലിലെത്തും. ഉച്ചയ്ക്ക് 12 മുതൽ രുക്മിണി ചേച്ചിയുടെ പാചക മികവിൽ പ്രോട്ടീൻ അടങ്ങിയ പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള കൊതിയൂർന്ന രുചിയും ഗുണവും മണവുമുള്ള 4 തരം കൂട്ടുകറി, പപ്പടം, സാമ്പാർ, മോര്, രസം എന്നിവ അടങ്ങിയതാണ് ഉച്ചഭക്ഷണം. വൈകിട്ട് 4 മണിവരെ ഭക്ഷണം കഴിക്കുവാൻ ആളുകൾ ഇവിടെ എത്തുക പതിവ് കാഴ്ചയാണ്. യാതൊരുവിധ നിറങ്ങളോ മറ്റും ചേർക്കാതെ വിഭവങ്ങൾ രുചികരവും ആരോഗ്യകരവുമായിരിക്കുമെന്നതാണ് ഇവരുടെ പക്ഷം. ഇരുവരും നൽകുന്ന ഭക്ഷണത്തിനപ്പുറം മേശപ്പുറത്തെത്തുന്ന എല്ലാവരോടുമായി മനം കവരുന്ന സ്നേഹത്തോടെയുള്ള ഇടപഴകൽ ഭക്ഷണത്തോടൊപ്പം മനസ്സും നിറയുന്നതാണെന്ന് മലപ്പുറം തിരൂർ സ്വദേശികൾ പറഞ്ഞു. രീതിയിൽ തന്നെ വീട്ടിൽ നിന്ന് അവർ ഉണ്ടാക്കി തരുന്ന അതേ ഒരുപാട് പഴക്കമുള്ള ഒരു ഹോട്ടലാണല്ലോ. മറ്റുള്ള മാതിരി അജിനമോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടുള്ളതല്ല. അവർ കഴിക്കുന്ന അതേമാതിരത്തെ ഭക്ഷണം തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഞങ്ങളോട് സ്ഥിരമായിട്ട് ഒന്ന് കഴിക്കണമല്ലോ. ഭക്ഷണത്തിനായി വേറെ എന്താ വെച്ചാൽ അവർ സെർവിങ് ആണ് ഭയങ്കരമായിട്ട്. നമ്മൾ ഒരു മോര് വേണമെങ്കിലോ രസമാണെങ്കിലോ അത് ക്ലാസ്സിലപ്പോൾ ഒഴിച്ച് തരിക. അതേമാതിരി നമ്മൾ മനസ്സും വയറും നിറയാണ്. രണ്ടും കൂടെയാണ് വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ. നമ്മൾ എത്ര ദൂരത്ത് നിന്നായാലും ഇവിടെ വന്നിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തോടെ എത്തും. മലപ്പുറത്താണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. 11ാം വയസ്സിൽ തമിഴ്നാട് കുന്നൂരിൽ അച്ഛന്റെ അനുജനോടൊപ്പം ഹോട്ടൽ പണിക്കായി സുധാകരൻ പോയി 7 വർഷം ജോലി ചെയ്തു. കുന്നൂരിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് 1974 കാവിശ്ശേരി പഞ്ചായത്ത് 1ാം വാർഡ് തെക്കുമണ്ണ് തോണിക്കടവ് പ്രദേശത്ത് വീടിനോട് ചേർന്ന് നെടുപുര വെച്ചുകെട്ടി ചായക്കട തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ കടയിൽ ചായ, പൂളക്കിഴങ്ങും കൂടെ ചട്നി, സാമ്പാറുമായിരുന്നു ഇവിടുത്തെ പ്രത്യേക വിഭവം. മേഖലയിൽ ചൂളപ്പണി ചെയ്തിരുന്ന തൊഴിലാളികളാണ് ഇവിടെ വന്നിരുന്നത്. 1980 വിവാഹം കഴിച്ചു സഹധർമ്മിണി രുക്മിണിയും കടയിൽ സജീവമായി. മൂത്ത മകൻ ജനിച്ചതോടെ ചായക്കടയ്ക്ക് മകന്റെ പേര് സുരേഷ് ഹോട്ടൽ എന്നാക്കി. യാത്രക്കാർക്ക് മേശപ്പുറത്ത് സ്നേഹവും മനസ്സും വയറും നിറയുന്ന ഭക്ഷണ ഇടമായി മാറുകയാണ് 50ാം വർഷത്തിലും സുധാകരേട്ടന്റെ ഹോട്ടൽ. സുരേഷ്, സുനിത, സുജിത എന്നിവർ മക്കളാണ്. കൂടാതെ താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയം കൂടി ലഭിക്കണമെന്നാണ് ഇരുവരുടെയും വലിയ ആഗ്രഹം. CCTV ന്യൂസ് പെരുമ്പിലാവ്. കേരള NGO യൂണിയൻ വജ്രജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് 11ാം വാർഡ് കൊരട്ടിയം കുന്ന് കോളനിയിൽ കുഞ്ഞുകുട്ടൻ തങ്ക ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. AC മൊയ്തീൻ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. സംഘാടക സമിതി കൺവീനറും യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ P സുനീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി വേലായുധൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി P വരദൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM ഷർമിള, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി MP സജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം നിർവഹിച്ച NGO യൂണിയന്റെ തൃശൂർ ജില്ലാ ഘടകത്തോടും ഇവിടുത്തെ പ്രവർത്തകരോടും ഈ കുടുംബത്തിനും നാട്ടുകാർക്കും CPIM-നുമുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ലൈഫിന്റെ ഭാഗമായിട്ടുള്ള വീണ്ടും വീട് കൊടുത്തതിൽ ധാരാളം വീടുകൾക്ക്
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് എരുമപ്പെട്ടി പഞ്ചായത്തിൽ എത്ര വീടായിട്ടുണ്ട് ഇപ്പോൾ കൊടുക്കുന്നത്? 372 വീടുകൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയധികം വീടുകൾക്ക് ഒരുമിച്ച് പണം കൊടുക്കുന്നത്. കേരളത്തിലെ 4 ലക്ഷം പേരുടെ പൂർത്തീകരിച്ചു. ഈ വർഷം 1 ലക്ഷത്തിലധികം ആളുകളുടെ വീട് പൂർത്തീകരിക്കാൻ പോവുക. പുന്നൂർകുളം GMLP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുന്നൂർകുളം ആർട്ട് ഗാലറി ഗിരീശൻ ഭട്ടതിരിപ്പാട് മുഖ്യാതിഥിയായി. ടോമി തലക്കോട്ടൂർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് T. തസ്നി, മറ്റു ഭാരവാഹികളായ KT കമറു, VK കമറുദ്ദീൻ, ഷെരീഫ് തളികശ്ശേരി, KP ധർമ്മൻ, ശിവദാസൻ, സ്കൂൾ ലീഡർ VK ഫർഹ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ ഫസലുർ റഹ്മാൻ സ്വാഗതവും അധ്യാപിക K. പ്രജിഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഗുരുവായൂർ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ ഗോകുലം പ്രീമിയർ മിനി IPL ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഈ മാസം വരാനിരിക്കുന്ന ക്രിക്കറ്റ് IPL ടൂർണമെന്റിന്റെ മാതൃകയിലാണ് ഗോകുലം സ്കൂൾ ടൂർണമെന്റ് നടത്തിയത്. യഥാർത്ഥ IPLന്റെ എല്ലാ നിയമവശങ്ങളും ഉൾപ്പെടുത്തി കുട്ടികളിൽ ക്രിക്കറ്റിനോടുള്ള അഭിരുചി വളർത്തുന്നതിനും ഇന്ത്യൻ കളിക്കാർക്ക് ആദരം അർപ്പിക്കുന്ന എന്ന ലക്ഷ്യത്തോടെയുമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടത്. ഗോകുലം ഗ്രൂപ്പ് വൈസ് ചെയർമാൻ VC പ്രവീൺ IPL ജേഴ്സി നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ KP ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ സിതാര ധനനാഥ്, കായിക വിഭാഗം മേധാവി വീണ മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ 50 നോമ്പിനോടനുബന്ധിച്ച് കപ്പൂച്ചിൻ മിഷൻ ധ്യാനം ആരംഭിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ, കപ്പൂച്ചിൻ വൈദികരായ ഫാദർ വിൽസൺ, ഫാദർ ലോട്ടസ്, ഫാദർ ബിജു, ഫാദർ മത്തായി, ഫാദർ ബിനോയ് H. കോൺവെന്റ് മദർ സിസ്റ്റർ ആനി ജോൺ, നടത്തുകൈക്കാരൻ ഫ്രാൻസിസ് MP, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KT സിൻഡോ, സംഘടനാ ഏകോപന സമിതി കൺവീനർ KO ജോണി എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചുകൊണ്ട് ധ്യാനം ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 9-ാം തീയതി ശനിയാഴ്ച വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന മിഷൻ ധ്യാനം നയിക്കുന്നത് ആലുവ സെന്റ് തോമസ് പ്രൊവിൻസിൽ നിന്നുള്ള കപ്പൂച്ചിൻ വൈദികരാണ്. കടവല്ലൂർ വേമ്പൻപടവ് പാടശേഖരങ്ങളിലെ 100 ഏക്കർ നെൽകൃഷി നശിക്കാതിരിക്കണമെങ്കിൽ വേനൽ മഴ പെയ്യണം. മറ്റു രീതിയിൽ വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചുവെന്ന് കർഷകർ പറഞ്ഞു. തോടുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ സാധിക്കാത്തതാണ് കർഷകർക്ക് ഇരുട്ടടിയായത്. ഒതളൂർ ബണ്ടിൽ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളം അശാസ്ത്രീയമായ വിതരണം മൂലം പാഴായി. 2 മാസം മുമ്പ് 4 ദിവസം പമ്പിംഗ് നടത്തിയ വെള്ളം മാത്രമാണ് വേമ്പൻപടവ് പാടശേഖരത്തിലെ കൃഷിക്ക് ലഭിച്ചത്. 2 ദിവസം കൂടി പമ്പിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയ തോതിലുള്ള കൃഷിനാശം ഉണ്ടാകുമായിരുന്നില്ല. തോട്ടിലെ വെള്ളം അനധികൃതമായി മറ്റു സ്ഥലങ്ങളിലേക്ക് തുറന്നുവിട്ടതും പ്രശ്നമായെന്ന് കർഷകർ പറഞ്ഞു. 1 മാസമായി ഒരിറ്റു വെള്ളം പോലും നെൽച്ചെടികൾക്ക് ലഭിച്ചിട്ടില്ല. പല സ്ഥലത്തും ചെടികൾ ഉണങ്ങി. പച്ചപ്പ് കാണുന്ന ഭാഗങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളമെത്തിയില്ലെങ്കിൽ നാശം ഉറപ്പാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കും. കടം വാങ്ങിയാണ് പലരും കൃഷി ഇറക്കിയിരിക്കുന്നത്. പാട്ടത്തിന് സ്ഥലമെടുത്തും 5-10 ഏക്കർ കൃഷി ചെയ്തവരുണ്ട്. കൃഷി മാത്രമാണ് ഇവരുടെ ഉപജീവനമാർഗം. ജലസേചനം പൂർണ്ണമായി നിലച്ചതോടെ നെൽകൃഷി ഉണങ്ങിത്തുടങ്ങി. കഴിഞ്ഞ മാസം ഒരു തുള്ളി വെള്ളം പോലും നെൽച്ചെടികൾക്കെത്തിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. വെള്ളത്തിനാശ്രയിക്കുന്ന തോടുകൾ പൂർണ്ണമായും വറ്റി. നെഞ്ചു തകരുന്ന കാഴ്ച കാണേണ്ട എന്ന നിലപാടിൽ പല കർഷകരും പാടത്തേക്ക് വരുന്നത് നിർത്തിയതിന് ശേഷം വീണ്ടും അടിക്കാനായിട്ട് ഈ കൃഷിക്കാരും മറ്റ് കമ്മിറ്റിക്കാരെല്ലാം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റാളുകളെല്ലാം കൂടി കണ്ട് സംസാരിച്ചെങ്കിലും ഒരു ആഴ്ച കൂടി തുടർന്ന് അടിക്കാൻ ജനുവരി 10-ാം തീയതി മുതൽ ജനുവരി 30-ാം തീയതി വരെ അടിക്കാനുള്ള ഓർഡർ ഉണ്ടായിട്ടും ഇത് ജനുവരി 20-ാം തീയതി മുതൽ അടിച്ച് 24-ാം തീയതി അടി നിർത്തുകയും ബാക്കി ദിവസങ്ങൾ വെള്ളം അടിക്കാതെ ഇടുകയും അതിനാൽ ഒരാഴ്ചക്ക് അടിക്കാൻ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയില്ല. 2 ദിവസങ്ങളും അടിച്ചു തരണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് അതിനും ചെയ്യാതെ ഇവിടുത്തെ കൃഷിയെല്ലാം ഉണക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 100 അടിത്തോട്ടിലെ വെള്ളം പാടശേഖരങ്ങളുടെ ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യുന്നതിൽ വരുത്തിയ അലംഭാവമാണ് കൃഷിനാശത്തിന് കാരണം. മറ്റു ചില പാടശേഖരങ്ങളിൽ കൊയ്ത്തിനു പാകമായ പാടങ്ങളിലും ജലസമൃദ്ധിയാണ്. അനാവശ്യമായി ഈ ഭാഗത്തേക്ക് വെള്ളമെത്തിച്ചു എന്നാണ് വേമ്പൻപടവിലെ കർഷകരുടെ ആരോപണം. ഈ പാടശേഖരങ്ങളിൽ കൂടുതലുള്ള വെള്ളം തിരിച്ച് കടവല്ലൂരിലേക്ക് പമ്പ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായാൽ ഒരുപക്ഷെ കുറച്ചെങ്കിലും കൃഷി രക്ഷിക്കാം എന്നാണ് കർഷകർ പറയുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മന്നലാംകുന്ന് ബീച്ച് ബീറ്റ്സ് മ്യൂസിക്കൽ ബാൻഡിന്റെ നേതൃത്വത്തിൽ ഗസൽ ഗായകൻ പങ്കജ് ഉദാസിന്റെ സ്മരണയ്ക്കായി ഗാനാഞ്ജലി ഒരുക്കി. പങ്കജ് ഉദാസിന്റെ പ്രശസ്തമായ ഗാനങ്ങൾ ഉൾപ്പെടുത്തി
ഗസൽ സന്ധ്യയും അനുസ്മരണത്തിൽ ഒരുക്കിയിരുന്നു. മന്ദലാംകുന്ന് ബീച്ച് ഹൌസിൽ നടത്തിയ ചടങ്ങിൽ ഗായകരായ ആസാദ് ജിലാനി, ശരത് മുജീബ്, ഷിഹാക്കത്ത് എന്നിവർ പങ്കെടുത്തു. KM ഹലാജിന്റെ അധ്യക്ഷതയിൽ നസീർ പടിഞ്ഞാറയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബാദുഷ, ഫാറൂഖ്, മൻസൂർ ആലത്തയിൽ, നവാസ് കിഴക്കൂട്ട് എന്നിവർ നേതൃത്വം നൽകി. യൂസഫ് തണിത്തുറയ്ക്കൽ സ്വാഗതവും കബീർ പട്ടരുപുരയ്ക്കൽ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന മത്തവിലാസം കൂത്തിന് സമാപനമായി. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരായ നാഗസ്വര തവിൽ സംഗീതജ്ഞർ പങ്കെടുത്ത മെഗാ നാഗസ്വര തവിൽ സംഗീതോത്സവവും നാഗസ്വര പഞ്ചരത്നം തനിയാവർത്തനവും ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി. 100ഓളം കലാകാരന്മാർ ഒത്തുചേർന്ന ഈ പരിപാടി ഭഗവാനെ വഴിപാടായാണ് സമർപ്പിച്ചത്. ശിവരാത്രി ദിവസമായ മാർച്ച് 8-ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചന, മഹാദേവന് ഭസ്മാഭിഷേകം എന്നിവയും ഉണ്ടാകും. കലാപരിപാടികളുടെ ഭാഗമായി ശിവരാത്രി ദിവസം രാവിലെ ഗുരുവായൂർ മണിസ്വാമിയുടെ ഭക്തിപ്രഭാഷണം, മണലൂർ ഗോപിനാഥന്റെ ഓട്ടൻതുള്ളൽ, രഹന മുരളീദാസിന്റെ മോഹിനിയാട്ടം എന്നിവയും വൈകിട്ട് 4 മണിക്ക് കോമത്ത് നാരായണ പണിക്കരുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചന, ദീപാരാധനയ്ക്ക് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരം, ഗുരുവായൂർ ശശിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക, രാത്രി ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ശേഷം ഗുരുവായൂർ ക്ഷേത്ര കലാനിലയം അവതരിപ്പിക്കുന്ന ബാണയുദ്ധം, കൃഷ്ണനാട്ടം എന്നിവയും ഉണ്ടാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാറിന് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലമാറ്റം. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ട് പദവിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ മാറ്റം. ന്യൂറോ സർജറി വിഭാഗത്തിലെ വകുപ്പ് മേധാവി കൂടിയാണ് അദ്ദേഹം. ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ നിഷ M ദാസിന് ശേഷമായിരുന്നു ഡോക്ടർ സുനിൽകുമാർ ആശുപത്രിയുടെ സൂപ്രണ്ട് പദവി ഏറ്റെടുത്തിരുന്നത്. പുന്നൂർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമളാൻ കിറ്റ് വിതരണവും മാഗസിൻ പ്രകാശനവും നടത്തി. 50 കിറ്റുകളിൽ നിന്ന് ആരംഭിച്ച് 500-ലേറെ കിറ്റുകൾ തികച്ചും അർഹരായവരെ കണ്ടെത്തി വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്ന പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 12ാമത് റമളാൻ കിറ്റ് വിതരണ ഉദ്ഘാടനമാണ് കാരുണ്യം ഓഫീസിൽ വെച്ച് നടത്തിയത്. റമളാനിന് മുന്നോടിയായുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി ഭക്ഷ്യധാന്യ കിറ്റുകളാണ് വിതരണം ചെയ്തത്. കാരുണ്യം ചെയർമാൻ വീട്ടിപ്പറമ്പിൽ കുഞ്ഞുമുഹമ്മദിന്റെ അധ്യക്ഷതയിൽ മഹല്ല് ഖത്തീബ് അഹമ്മദ് കബീർ സഖാഫി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ കാരുണ്യം മാഗസിൻ പ്രകാശനം ചടങ്ങ് നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് അലി ഹാജി, ജനറൽ സെക്രട്ടറി അസീസ് ഹാജി, ട്രഷറർ അബ്ദുള്ള ആറ്റുപുറം, ദാറുസലാം മസ്ജിദ് ഇമാം ഖാജ സലഫി, കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പണ്ടോത്തയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ സ്വാഗതവും ട്രഷറർ അഷ്റഫ് കീടത്തയിൽ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർകുളം. LLBക്ക് ഉന്നത വിജയം നേടിയ എരുമപ്പെട്ടി സ്വദേശി അഡ്വക്കേറ്റ് സെയ്ദ് ഉസ്മാനെ കോൺഗ്രസ് അനുമോദിച്ചു. 17ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ ഷാൾ അണിയിച്ചു. വാർഡ് മെമ്പർ MC ഐജു മൊമന്റോ നൽകി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PS സുനീഷ്, TN നമ്പീശൻ, ചന്ദ്രപ്രകാശ് ഇടമന, സഫീന അസീസ്, കക്കാട്ട് ഗോവിന്ദൻകുട്ടി, ഫ്രിജോ വടക്കൂട്ട്, അമൃത ഷിജു, സുന്ദരൻ ചിറ്റണ്ട തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് ട്രഷറർ MA ഉസ്മാന്റെ മകനാണ് സെയ്ദ്. മറ്റം ഫൊറോന CLCയുടെ നേതൃത്വത്തിൽ ഫെമിന 2024 എന്ന പേരിൽ കുന്നംകുളത്ത് വനിതാ ദിനം ആചരിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച വനിതാ ദിനാചരണം കുന്നംകുളം നഗരസഭാ കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മറ്റം ഫൊറോന CLC പ്രസിഡന്റ് CC ഡെൽവിൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത CLC സെക്രട്ടറിയും മറ്റം ഫൊറോന CLC കോർഡിനേറ്ററുമായ ഗ്ലോറിൻ ജോയ്, ഫൊറോന ജോയിന്റ് സെക്രട്ടറി ജോസഫ് ജോഷി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്വയം തയ്യാറാക്കിയ പ്ലക്കാർഡുകളുമായി മറ്റം ഫൊറോന CLC പ്രവർത്തകർ സ്ത്രീ സുരക്ഷയ്ക്ക് നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക ഉന്നമനത്തിനായി സ്ത്രീകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. എംപവറിംഗ് വുമൺ, എംപവറിംഗ് ഹ്യൂമാനിറ്റി എന്ന സന്ദേശത്തിൽ ഊന്നിയാണ് മറ്റം ഫൊറോന CLC കുന്നംകുളം നഗരത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്.
അനീറ്റ ആന്റണി, അനീറ്റ ലോറൻസ്, സ്നേഹ, സിയ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കുന്നംകുളം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗുരുവായൂർ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 11-ന് കുന്നംകുളം ടൗൺ ഹാളിൽ നാരി ശക്തി എക്സിബിഷനും ട്രേഡ് ഫെയറും നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ടാണ് മേള നടത്തുന്നത്. 20 സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ മുൻനിരയിലുള്ള 10 സ്ത്രീരത്നങ്ങളെ ആദരിക്കും. വിവിധ ആശയങ്ങളുടെ ചർച്ചകളും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 5-ന് തൃശൂർ ജനനായന അവതരിപ്പിക്കുന്ന നാടൻപാട്ടും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ മാനേജർ S. അഭിമുത്ത്, SBI കുന്നംകുളം ടൗൺ മാനേജർ അരവിന്ദ് K. ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് 16-ാം വാർഡിലെ മരത്തങ്കോട് ജാറത്തിന് സമീപം ജലജീവൻ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ഉണ്ടായ കേടുപാടുകൾ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധിച്ചു. ജൽജീവൻ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാർ നാട്ടുകാരുടെ വിലക്ക് വകവയ്ക്കാതെ പുതുതായി ടാറിംഗ് ചെയ്ത റോഡിലൂടെ ഹിറ്റാച്ചി മെഷീൻ ഓടിച്ചതിന്റെ ഭാഗമായാണ് റോഡിന് കേടുപാടുകൾ സംഭവിച്ചത്. തുടർന്ന് നാട്ടുകാർ പണി തടഞ്ഞു. ഏകദേശം 640 മീറ്റർ ദൂരം കേടുവന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കുന്നംകുളം പോലീസിനെ വിളിച്ചുവരുത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, ബ്ലോക്ക് മെമ്പർ KK മണി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിലെ 16-ാം വാർഡ് ജലജീവൻ്റെ ഭാഗമായി പൈപ്പ് പണി നടക്കുകയും ആ നടക്കുന്നതിൻ്റെ ഭാഗമായി 1.5-2 കിലോമീറ്ററോളം ഇറ്റാച്ചി അനുമതിയില്ലാത്ത ഈ ചങ്ങല കൊണ്ട് പോകുന്ന ഈ ഇറ്റാച്ചി വണ്ടി ബ്ലോക്ക് വഴി MLA ഫണ്ട് വിനിയോഗിച്ച റോഡിൻ്റെ സെൻറ്ററിൽ കൂടിയും സൈഡിൽ കൂടിയും പോയി റോഡ് പൊട്ടുകയും നാട്ടുകാർ കണ്ട് പറയുകയും തടയുകയും ആ വാർഡ് മെമ്പറും തടയുന്നതിൻ്റെ ഭാഗമായി 2 ദിവസം പണി നിർത്തിവെക്കുകയും. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ മണലൂർ ഗോപിനാഥ് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളലാണ് ഹാസ്യരസത്തോടെ അവതരിപ്പിച്ചത്. ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിൽ 1-ാം സ്ഥാനം ലഭിച്ച അഭിനവ് സന്തോഷിന്റെ ഓട്ടൻതുള്ളലും ക്ഷേത്രത്തിൽ അരങ്ങേറി. ക്ഷേത്രത്തിൽ ബുധനാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും. രാത്രി ദീപാരാധനയ്ക്ക് ശേഷം ഗുരുധർമ്മ പ്രചാരണ സഭയുടെ സമ്മേളനം സ്വാമി അസംഗാന്തഗിരി ഉദ്ഘാടനം ചെയ്യും. ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും. കടവല്ലൂർ വട്ടമാമിനു സമീപം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അപകട ഭീഷണിയുള്ള ഉണങ്ങിയ മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി. മരം ഏതു നിമിഷവും വീഴാവുന്ന സ്ഥിതിയാണ്. കാൽനടയാത്രക്കാരും വാഹനങ്ങളും ഇടതടവില്ലാതെ പോകുന്ന സംസ്ഥാന പാതയിലെ ഈ അപകട ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. യാക്കോബായ സുറിയാനി സഭ മർത്തം മറിയം വനിതാ സമാജം കുന്നംകുളം മേഖലാ വാർഷിക യോഗം നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന വാർഷികം കുന്നംകുളം മേഖലാ പ്രസിഡന്റ് ഫാദർ ജേക്കബ് ചാലിശ്ശേരി കൊറേപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി, അത്താണി, പെഞ്ഞാമുക്ക് യാക്കോബായ പള്ളികളിൽ നിന്നുള്ള വനിതാ സമാജം അംഗങ്ങളുടെ ആരാധനാഗീതം, സംഗീതം, ബൈബിൾ ക്വിസ്, പ്രസംഗം എന്നിവ നടന്നു. പെഞ്ഞാമുക്ക് വനിതാ സമാജം ഓവറോൾ ചാമ്പ്യന്മാരായി ചാലിശ്ശേരി വനിതാ സമാജം 2-ാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനം തൃശൂർ ഭദ്രാസന വനിതാ സമാജം വൈസ് പ്രസിഡന്റ് ഫാദർ ജിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ഫാദർ ബേസിൽ കൊല്ലാർമല്ലി, കുന്നംകുളം മേഖലാ ഭാരവാഹികളായ സെക്രട്ടറി ഷെറി സജീഷ്, വൈസ് പ്രസിഡന്റ് നവോമി കുഞ്ഞുമോൻ, ട്രഷറർ പ്രേമ ഫ്രാൻസിസ്, ചാലിശ്ശേരി സമാജം സെക്രട്ടറി ജോളി സണ്ണി എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, ചാലിശ്ശേരി വനിതാ സമാജം ഭാരവാഹികളായ ജോളി സണ്ണി, സ്വപ്ന എഡിസൺ, ലിനി ജോസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. എരുമപ്പെട്ടി കൂട്ടാഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വിവിധ കർമ്മങ്ങൾ നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ രാവിലെ 7 മണി മുതൽ ഭഗവാന് നവകം, പഞ്ചഗവ്യം, അഭിഷേകം എന്നിവ നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട് സീനിയർ KG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറമണി അൻസാർ എഡ്യൂക്കേഷൻ CEO ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അൻസാർ സ്കൂൾ പ്രിൻസിപ്പാൾ ഷിഹാബുദ്ദീൻ പൂലത്ത് അധ്യക്ഷനായി. സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ, PTAC മെമ്പർ നജ്മുദ്ദീൻ എന്നിവർ സംസാരിച്ചു. PTAC മെന്റർ സൈനബ, അബ്ദുൽ ഖാദർ, അക്കാദമിക് കോർഡിനേറ്റർ ഫരീദ മുഹമ്മദ്, ജൂനിയർ പ്രിൻസിപ്പാൾമാരായ നിമ്മി MK, സെലീന ഖാദർ, രവ്യ, സാജിദ റസാഖ്, ഷബിത എന്നിവർ പങ്കെടുത്തു. സ്പൗട്ട്സ് ഹെഡ് ടീച്ചർ ബബിത ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സീനിയർ KG വിദ്യാർത്ഥിനി സഭ മറിയം നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സീനിയർ KG വിദ്യാർത്ഥികൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു.
കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ 43ാമത് വാർഷികം ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷം കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് എം ചീരൻ അധ്യക്ഷത വഹിച്ചു. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ മാനേജർ ഫാദർ വിജു കോലങ്കണ്ണി മുഖ്യ സന്ദേശം നൽകി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ്, ബദിനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, ഹോളിക്രോസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ഫെബിൻ കുത്തൂർ, എക്സൽ പബ്ലിക് സ്കൂൾ മാനേജർ വിക്ടർ തെക്കേക്കര എന്നിവർ സംസാരിച്ചു. സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പാൾ NJ ലിസി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ബാലസഹായ സമിതി സെക്രട്ടറി M രാമദാസ് സ്വാഗതവും ചൈതന്യ ബാലസഹായ സമിതി ട്രഷറർ വർഗീസ് തമ്പി നന്ദിയും പറഞ്ഞു. ശേഷം കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും തുടർന്ന് മിഥുൻ സക്കറിയയുടെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ മെഗാ അക്കാദമി ഫെസ്റ്റിന്റെ ഭാഗമായി ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിക്കുന്ന ത്രിദിന അന്തർദേശീയ കോൺഫറൻസിന് തുടക്കമായി. അതിർത്തിക്കപ്പുറമുള്ള വർണ്ണവിവേചനവും വംശഹത്യയും വരുത്തി തീർക്കുന്ന നീതിയാണ് കോൺഫറൻസിന്റെ വിഷയം. ഇറാനിലെ വിഷ്വൽ സ്റ്റോറി ടെല്ലറും ഗവേഷകയുമായ ഫാത്തിമ സാറ ജബ്ബാരി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. അൻസാർ ഹയർ എഡ്യൂക്കേഷൻ CEO ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KT കമാലുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. IQAC കോർഡിനേറ്ററും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായ ജൂബി ജോയ്, കോൺഫറൻസ് കൺവീനർ അനീഷ KA, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഫൗസിയ, അധ്യാപിക സംഗീത KG എന്നിവർ സംസാരിച്ചു. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗവും എളവള്ളി പഞ്ചായത്ത് അംഗവുമായിരിക്കെ അന്തരിച്ച TS വേലായുധന്റെ 4ാം അനുസ്മരണ വാർഷിക ദിനം ആചരിച്ചു. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോൾ മാസ്റ്റർ പടിയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷനായി. CF രാജൻ, BR സന്തോഷ്, കൃഷ്ണൻ തുപ്പത്ത്, PR ബിനേഷ്, KB ബിജു, TC ശ്രീജിത്ത്, പഞ്ചായത്ത് അംഗം ശ്രീബിത ഷാജി എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ചുകളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സത്യവും മിഥ്യയും ഇഴപിരിച്ചെടുക്കാനാകാത്ത അരക്ഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ത്യയിലെ മാധ്യമരംഗം കടന്നുപോകുന്നതെന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് അൻസാർ കോളേജിൽ നടക്കുന്ന അക്കാദമിക് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ ഇന്ത്യൻ മീഡിയ തെറ്റായ പ്രാതിനിധ്യം, കൃത്രിമത്വം, സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന വിഷയത്തിൽ മാധ്യമ പഠന വിഭാഗം സംഘടിപ്പിച്ച ദേശീയ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കാപ്പൻ. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് മാധ്യമപ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദില്ലി ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സെന്റർ അധ്യാപകൻ ഡോക്ടർ കൃഷ്ണശങ്കർ കുസുമ ഓൺലൈനായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT കമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഹയർ എഡ്യൂക്കേഷൻ CEO ഷാജു മുഹമ്മദ് ഉണ്ണി, മാധ്യമ പഠന വിഭാഗം മേധാവി സുകന്യ, ദേശീയ സെമിനാർ കൺവീനർ അനീഷ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന ഓപ്പൺ ഫോറത്തിൽ മീഡിയ വൺ സീനിയർ ന്യൂസ് എഡിറ്റർ നിഷാദ് റൌത്തർ, ടെലിഗ്രാഫ് എഡിറ്റർ R രാജഗോപാൽ, മാധ്യമം സീനിയർ സബ് എഡിറ്റർ VP റജീന, സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മാധ്യമ പഠന വിഭാഗം മേധാവി C ജംഷീർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പെരുമ്പിലാവ് മണിയറക്കോട് മുനവരിയ ഇംഗ്ലീഷ് സ്കൂളിൽ ആനുവൽ ഡേയുടെ ഭാഗമായി എക്സ്പോ, ലാബ് ഉദ്ഘാടനം, ഫുഡ് ഫെസ്റ്റ് എന്നിവ നടന്നു. എക്സ്പോ 24ന്റെ ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ TK അഷ്റഫ് നിർവഹിച്ചു. വൈവിധ്യമാർന്ന പുരാതന വസ്തുക്കളാലും വ്യത്യസ്തമാർന്ന കൗതുക സാമഗ്രികളാലും സമ്പന്നമായിരുന്ന പ്രദർശനം, നവീകരിക്കപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് ലാബുകളുടെ ഉദ്ഘാടനം മഹല് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസിയും സ്കൂൾ പ്രിൻസിപ്പാൾ ഇജാസ് അഹമ്മദ് വാഫിയും ചേർന്ന് നിർവഹിച്ചു. ബിരിയാണി എന്ന വിഭവത്തെ അടിസ്ഥാനമാക്കി നടത്തിയ ഫുഡ് ഫെസ്റ്റ് വിധി നിർണയത്തിന് ഫൈസൽ കൂറ്റനാട്, റമീസ് കൂടല്ലൂർ തുടങ്ങിയവർ വിധികർത്താക്കളായി. സ്കൂൾ മാനേജ്മെന്റ് അംഗം ഉസ്മാൻ ഹാജി, PTA അഡ്വൈസറി ബോർഡ് അംഗം P മുഹമ്മദ് കുട്ടി വൈദ്യർ, PTA കൺവീനർ ഷജിലി, വൈസ് പ്രിൻസിപ്പാൾ ഗായത്രി KA തുടങ്ങിയവരും സംബന്ധിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5925 രൂപ, പവന് 47,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചരമം മുണ്ടത്തിക്കോട് ഇമാനഗർ ചിറ്റാട്ടുകര ഫ്രാൻസിസ് മകൻ ഷാജു നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദൈവാലയ സെമിത്തേരിയിൽ നടന്നു. സിൽവി ഭാര്യയും സിൻഷ, സജിൻ, സിൽജ എന്നിവർ മക്കളുമാണ്. കിഴൂർ പരേതനായ ഇമ്മട്ടി ചാക്കൂരു മകൻ കൊച്ചുകുഞ്ഞൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. EC മാത്തുക്കുട്ടി, EC സൈമൺ എന്നിവർ സഹോദരങ്ങളാണ്.
എരുമപ്പെട്ടി നെല്ലുവായ് മുരിങ്ങാത്തേരി അന്തോണിയുടെ മകൻ യാക്കോബ് എന്ന തോമസ് നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. റോസി ഭാര്യയും ആന്റണി ജോസഫ് എന്നിവർ മക്കളുമാണ്. വാഗ മടത്തുംപടിക്കൽ നാരായണൻ നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ക്രിമിറ്റോറിയത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണക്കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് പ്രത്യേക കമ്മിറ്റിയെ ചുമതല ഏൽപ്പിച്ചത്. പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത കേസിൽ ചാലിശ്ശേരി സ്വദേശി പിടിയിൽ. അറസ്റ്റിലായത് ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഒരുവിൻപുറത്ത് നൌഫൽ. പ്രതിയുമായി പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകിട്ടുമാണ് പ്രവർത്തിക്കുക. സമയക്രമീകരണം നാളെ മുതൽ ശനിയാഴ്ച വരെ. അംഗനവാടി നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ലെന്ന് ആരോപണം. ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്നും UDF കൌൺസിലർമാർ ഇറങ്ങിപ്പോയി. ഇന്റർവ്യൂ ബോർഡിൽ ഉള്ളവരുടെ മക്കൾക്ക് അനധികൃത നിയമനം നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ. ആരോപണങ്ങൾ അവാസ്തവമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.